മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളായി മാർക്കറ്റിൽ നല്ല ഒരു പോസിറ്റീവ് മൊമെന്റം കാണിക്കുന്നുണ്ട്. ഇന്നത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആറാഴ്ചയായി നെഗറ്റീവ് ക്ലോസിംഗ് ലഭിക്കുന്ന നിഫ്റ്റിക്ക് ഇന്ന് ഒരു റിലാക്സേഷൻ അതിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ആണ്, അതോടൊപ്പം തന്നെ F&O എക്സ്പയറി ഡേ കൂടിയാണ്. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണെന്ന് പറയാം. എങ്കിൽ കൂടി ഒരു പോസിറ്റീവ് മൊമെന്റം കാണിച്ചു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഫുഡ്സിയും അതോടൊപ്പം തന്നെ ഡാക്സും ഏകദേശം 1% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് ഇന്നൊരു മിക്സഡ് സെന്റിമെന്റ്സ് ആണ് കാണിക്കുന്നത്. എക്സ്പെഷ്യലി ജപ്പാന്റെ നിക്കി ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റേജിലാണ്. 1.5% കറക്ഷൻ സ്റ്റേജിലാണ് ഇന്ന് നിക്കി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ ഇൻഡൈസസുകളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നൊരു ഫ്ലാറ്റ് നോട്ടിലാണ് ഓപ്പണിംഗ് കാണിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിലും അത്തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും. ഫർദർ ഒരു മൊമെന്റം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 24,600 ആ റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡിൽസിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. 24,660 24,720 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫ് സ്റ്റേജ് ആയിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം നമുക്ക് നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച നമുക്ക് 702 വരെ വന്നതിന് ശേഷം മാർക്കറ്റ് കറക്ഷൻ വന്നു. ഇന്നലെയും 660 എന്ന റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് അതിനെ ഭേദിച്ച് മുന്നേറാനാകാതെ താഴത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഒരു ഹാർഡിൽ എന്ന് പറയുന്നത് 24,660 ആണ്. അതിന്റെ മുകളിലേക്ക് ഒരു നല്ല മൊമെന്റം കിട്ടുവാണെങ്കിൽ നമുക്കൊരു റാലി തന്നെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു വീക്ക്ലി ക്ലോസിംഗ് പോസിറ്റീവ് ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.